ഹായ് ഓൾ, നമുക്ക് ഇന്നത്തെ അനാലിസിസ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിമൈൻഡർ ഉണ്ട്. നാളെയാണ് നമ്മുടെ ആ ഒരു ഫ്രീ സെമിനാർ. നമ്മുടെ ഈ ഒരു ലെവൽസിലൊക്കെ എങ്ങനെ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞു തരുന്ന ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന ആ ഒരു സെമിനാർ നാളെയാണ്. പലരും നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യാന്ന്. രജിസ്റ്റർ ചെയ്യാൻ വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട, നമ്മുടെ പേജ് ഫോളോ ചെയ്തതിന് ശേഷം താഴെ സെമിനാർ എന്ന് കമന്റ് ചെയ്താൽ നിങ്ങൾക്കൊരു ലിങ്ക് വരുന്നതാണ്. ആ ഒരു ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഒപ്പം ക്ലാസിന്റെ ലിങ്കും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് കടക്കാം. കറന്റ് പ്രൈസ് ഇന്നലെ ചെറിയൊരു ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ തന്നതിന് ശേഷം ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് കഴിഞ്ഞ്, അതായത് 4570 4550 ഏരിയയിൽ ഒരു ഇൻഡ്യൂസ്മെന്റ് കഴിഞ്ഞാണ് കറന്റ് പ്രൈസ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് 4558 4553, അതേപോലെ ഇവിടെ 4572 4561, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഒരു ബിയറിഷ് മൊമെന്റം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ലോട്ട് സൈസിനേക്കാൾ ഒരു പൊടിക്ക് കൂടുതലായിട്ട് തന്നെ ഇവിടുന്ന് നമുക്കൊരു ട്രേഡ്, ഷോർട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രണ്ട് സോണുകളാണിത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത രണ്ട് ഡിമാൻഡ് സോണുകളാണ്. ഒന്ന് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന 4509 4499. ഈ ഒരു സോണിൽ ബുള്ളിഷ് മൊമെന്റം നമുക്ക് ചെക്ക് ചെയ്യാവുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ 4485 4467 ഇതൊരു ലാസ്റ്റ് ഡിമാൻഡ് ആണ്. ഈ ഒരു ഡിമാൻഡ് കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് നല്ല രീതിയിൽ താഴോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മൊമെന്റം നോക്കി, ഏത് ഡയറക്ഷൻ ആണോ ആ ഡയറക്ഷനിലേക്കുള്ള മൊമെന്റം നോക്കി, ആ ഒരു സോണിലെ മൊമെന്റം നോക്കി സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ നാളെ ആരും സെമിനാർ മിസ് ചെയ്യേണ്ട. നാളത്തെ സെമിനാറിൽ നമുക്ക് കാണാം. ഹാവ് സേഫ് ട്രേഡ്.